ഓക്കെ, നമ്മൾ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഏകദേശം ഒരു 90% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്, അതായത് ലിമിറ്റ് സൈക്കിൾ. അതുപോലെ ഇനി ഒരു ടോപ്പിക്കും കൂടിയുണ്ട്, കയോസ്. ഓക്കെ, സോ അതിൽ ലിമിറ്റ് സൈക്കിൾ ആണ് നമ്മൾ ഈ തവണ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു നോൺ ലീനിയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് നോൺ ലീനിയർ സിസ്റ്റം? നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം പഠിച്ചു. നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റം പറഞ്ഞ സമയത്ത് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ പാത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ, നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റം പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ ഒരു സ്റ്റേബിൾ പാത്ത്, അതായത് നമ്മളുടെ ഫേസ് ട്രാജക്ടറി, ഫേസ് സ്പേസിൽ നമ്മളുടെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ട്രാജക്ടറി, അത് മൂവ് ചെയ്യുന്ന ട്രാജക്ടറി ഒരു സ്റ്റേബിൾ പാത്ത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സ്റ്റേബിൾ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിമിറ്റ് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ലിമിറ്റ് സൈക്കിൾ? ലിമിറ്റ് സൈക്കിളിന് എന്തൊക്കെ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മോർ ഓവർ അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ലിമിറ്റ് സൈക്കിൾ എന്താണെന്ന് ആദ്യം നോക്കാം കേട്ടോ. ലിമിറ്റ് സൈക്കിൾ. Limit cycles are applied for non-linear oscillatory system. അപ്പോൾ ലിമിറ്റ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? നോൺ ലീനിയർ ഓസിലേറ്ററി സിസ്റ്റത്തിലാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നത്, നോൺ ലീനിയർ ഓസിലേറ്ററി സിസ്റ്റത്തിൽ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ലിമിറ്റ് സൈക്കിൾ ഈസ് ആൻ ഐസൊലേറ്റഡ് പീരിയോഡിക്കലി ഓസിലേറ്റിംഗ് ക്ലോസ്ഡ് ട്രജക്ടറി ഡിസ്കവേർഡ് ബൈ എച്ച് പോയിന്റ് കെയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ലിമിറ്റ് സൈക്കിൾ ഈസ് ആൻ ഐസൊലേറ്റഡ് പീരിയോഡിക്കലി ഓസിലേറ്റിംഗ് ക്ലോസ്ഡ് ട്രാജക്ടറി. അതായത് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ട്രാജക്ടറി ആണ്. ട്രാജക്ടറി എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഷേപ്പിലുള്ള ഫിഗറും ആവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കിൾ സ്പൈറൽ ഷേപ്പിലൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവൽ ഷേപ്പ് ആവാം, ഇല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും എന്ത് നമ്മുടെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ്, അതൊരു ഐസൊലേറ്റഡ് പാത്താണ്. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് പാത്താണ്. ഐസൊലേറ്റഡ് പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഇല്ലെങ്കിൽ ട്രാജക്ടറി പറഞ്ഞ സമയത്ത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊരു ലിമിറ്റ് സൈക്കിൾ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഈ ഡാർക്കൺ ചെയ്തത് ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റേബിൾ പാത്ത്. ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന സ്റ്റേബിൾ പാത്ത് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ലിമിറ്റ് സൈക്കിളിന് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. ഒരു പുറത്തു നിന്നൊരു പാർട്ടിക്കിൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്ത് നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ഡിസ്റ്റർബൻസിന് ശേഷം എന്ത് ചെയ്യും? ഈ സ്റ്റേബിൾ പാത്ത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. ഓക്കെ, ഈ സ്റ്റേബിൾ പാത്ത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഇൻവേർട്സ് വരികയാണെങ്കിൽ അതും എന്ത് ചെയ്യും? ഈ സ്റ്റേബിൾ പാത്തിലേക്ക് തന്നെ ഫോളോ ചെയ്യും. നമ്മളുടെ ഫേസ് ട്രാജക്ടറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ കേസ് എന്ന് ഓർമ്മയുണ്ടോ? നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ?
ഓർമ്മയില്ലെങ്കിൽ ആ ക്ലാസ് കൃത്യമായിട്ട് കാണുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസും മുൻ വർഷം ചോദിച്ച ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ഉണ്ട് കേട്ടോ. വാണ്ടർപോൾ ഇക്വേഷൻ ആണ്. എന്താണ് വാണ്ടർപോൾ ഇക്വേഷൻ? വാണ്ടർപോൾ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ട്രജക്ടറി ഏതാണ്? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് മസ്റ്റ് ആയിട്ടും കാണുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ പാത്ത് ആണ്. സോ പുറത്തു നിന്നൊരു ട്രജക്ടറി വരികയാണെങ്കിൽ ഈ സ്റ്റേബിൾ പാത്തിലേക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കും. അതുപോലെ അകത്ത് നിന്നൊരു ട്രജക്ടറി വരികയാണെങ്കിലും എന്ത് ചെയ്യും? ഈ സ്റ്റേബിൾ പാത്തിലേക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കും. സോ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യാനാണ് ഏതൊരു ട്രജക്ടറിയും എന്ത് ചെയ്യുക? ശ്രമിക്കുക. കാരണം ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ പാത്ത് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Okay, so limit cycle is an isolated periodically oscillating closed trajectory. Trajectory ഏത് ഷേപ്പിലും ആവാം, അതൊരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡിസ്കവർ ചെയ്തത് എച്ച് പോയിന്റ് കെയർ ആണ് കേട്ടോ. എച്ച് പോയിന്റ് കെയർ. ഓക്കെ, സയന്റിസ്റ്റിന്റെ പേര് ഓർത്തു വെക്കാം. ഈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് പോയി കാണണം കേട്ടോ. ഇതിലെ വാണ്ടർപോൾ ഇക്വേഷനും അതിന്റെ ട്രജക്ടറിയും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലിമിറ്റ് സൈക്കിളിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ദ മോഷൻ ഇവോൾവ്സ് ടുവേർഡ്സ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. എ മോഷൻ ഇവോൾവ്സ് ടുവേർഡ്സ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. ഈ ലിമിറ്റ് സൈക്കിൾ ഇല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ട്രജക്ടറീസ് ഒക്കെ ഉള്ളത് എവിടെയാണ്? ഫേസ് സ്പേസിലാണ്. ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ആണ് എന്തെന്ന് പറയണത്? ഫേസ് സ്പേസ് എന്ന് പറയണത്. ആ ഫേസ് സ്പേസിലാണ് നമ്മളുടെ ഫേസ് ട്രജക്ടറീസ് ഒക്കെ നമ്മൾ വരയ്ക്കുക. ഫേസ് ട്രജക്ടറീസ് നമ്മൾ വരയ്ക്കുന്ന അവിടെയുള്ള ഒരു ഫിക്സഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർ ടുവേർഡ്സ് എ സ്റ്റേബിൾ ഓർബിറ്റ് ഇൻ ഫേസ് സ്പേസ് സച്ച് എ സ്റ്റേബിൾ പാത്ത് ഇൻ ഫേസ് സ്പേസ് ഈസ് കോൾഡ് എ ലിമിറ്റ് സൈക്കിൾ. അതായത് ഫേസ് സ്പേസിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓർബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റ് സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഫേസ് സ്പേസിൽ ഒരുപാട് ഫേസ് ട്രജക്ടറീസ് ഉണ്ടാവും, ഒരുപാട് പാത്ത് ഉണ്ടാവും. അതിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓർബിറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലിമിറ്റ് സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, ഇനി ലിമിറ്റ് സൈക്കിളിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. ഓക്കെ, stable limit cycle. A stable limit cycle is one which attracts all neighboring trajectories. അടുത്തുള്ള എല്ലാ ട്രജക്ടറീസിനെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റ് സൈക്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളുടെ ലിമിറ്റ് സൈക്കിൾ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനടുത്തൂടെ പോകുന്ന എല്ലാ ട്രജക്ടറീസും എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും? ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. പുറത്തു നിന്ന് വരുന്ന ട്രജക്ടറീസ് ആണെങ്കിലും ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. അകത്തു നിന്ന് വരുന്ന ട്രജക്ടറീസ് ആണെങ്കിലും എന്ത് ചെയ്യും? ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ പാത്തും എല്ലാ ട്രജക്ടറീസും അടുത്തുള്ള എല്ലാ ട്രജക്ടറീസും ഈ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണെന്ന് പറയാം. അകത്തു നിന്നുള്ള അടുത്തുള്ള എല്ലാ ട്രജക്ടറീസും നമ്മുടെ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. അതുപോലെ പുറത്തു നിന്നുള്ള എല്ലാ ട്രജക്ടറീസും അടുത്തുള്ള ലിമിറ്റ് സൈക്കിളിന് അടുത്തുള്ള എല്ലാ ട്രജക്ടറീസിനും അതിനകത്തേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണെന്ന് പറയാം. ഓക്കെ, stable limit cycle exhibit self-sustained oscillations. സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഓസിലേഷൻസ് എന്തായിരിക്കും? സെൽഫ് സസ്റ്റെയിൻഡ് ആയിരിക്കും. അതായത് പുറത്തു നിന്ന് ഒരു ഫോഴ്സ് ആർക്കും ആവശ്യമില്ല, ഈ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യം വരില്ല. ഓക്കെ, ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണെങ്കിൽ അവരുടെ ഓസിലേഷൻസ് സെൽഫ് സസ്റ്റെയിൻഡ് ആയിരിക്കും. സെൽഫ് സസ്റ്റെയിൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഓസിലേഷൻസ് ഇല്ലെങ്കിൽ ആ ഓർബിറ്റിലുള്ള പാത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്
പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സിന്റെ ആവശ്യം വരില്ല. പുറത്തു നിന്നുള്ള ഫോഴ്സ് കൊടുത്തുകൊണ്ട് മാത്രമേ ആ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്യൂ എന്നില്ല. അത് ഇറ്റ്സെൽഫ് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ട് ആ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് the system which oscillates even in the absence of an external driving force. അതായത് പുറത്തുനിന്ന് ഒരു ഫോഴ്സിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യും, ഈ ഓസിലേഷൻസ് കണ്ടിന്യൂ ചെയ്യും. അതാണ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിന് വരാം, ചിലപ്പോൾ സെൽഫ് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് നൽകുന്ന ലിമിറ്റ് സൈക്കിൾ ഏതാണെന്ന് വരാം. അത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ബീറ്റിംഗ് ഓഫ് എ ഹാർട്ട്. ബീറ്റിംഗ് ഓഫ് എ ഹാർട്ട്, ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആണ്. അതിന് പുറത്തുനിന്ന് ഒരു ഡിഫറെന്റ് ഫോഴ്സ് വേണ്ട, അതൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വൺ, പീരിയോഡിക് ഫയറിംഗ് ഓഫ് എ പേസ് മേക്കർ. ഒരു പേസ് മേക്കറിന്റെ പീരിയോഡിക് ഫയറിംഗ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫയറിംഗ് ആണ് പേസ് മേക്കറിന്റെ പീരിയോഡിക് ഫയറിംഗ് ഓഫ് എ പേസ് മേക്കർ. തേർഡ് വൺ ഈസ് rhythms in body temperature. Rhythms in body temperature എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഹോർമോൺ സെക്രീഷൻ, then chemical reactions that oscillate spontaneously. Chemical reactions that oscillate spontaneously, അതായത് നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എക്സാമിന് കുറെ എക്സാമ്പിൾ വന്നിട്ട് ഇതിൽ ഏതാണ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിനുള്ള എക്സാമ്പിൾ എന്നുള്ളതായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എക്സാമ്പിളുകൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. If a system is perturbed slightly, it always returns to a stable limit cycle. അതായത് ഒരു സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മളുടെ സിമ്പിൾ പെൻഡുലത്തിലേക്ക് നമ്മൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു. ആ ഡിസ്റ്റർബൻസ് കൊടുക്കുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും, അതില് ആ ഫോഴ്സ് മൂലം അതിന്റെ പാത്തിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ എന്ത് സംഭവിക്കും, ആ പെൻഡുലം അതിന്റെ പാത്തിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ഏത് രീതിയിലാണ് ഓസിലേറ്റ് ചെയ്തത് ആ രീതിയിൽ തന്നെ ആ മോഷൻ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യും. അതായത് അതിന്റെ സ്റ്റേബിൾ പാത്താണ് എന്ത്, ആ ഓസിലേഷൻ. ഒരു ബോബിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേബിൾ പാത്താണ്. അപ്പൊ നമ്മളൊരു പെർട്രിബേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ ഡിസ്റ്റർബൻസോ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ തിരിച്ചത് എന്ത് ചെയ്യും, ആ സ്റ്റേബിൾ പാത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ സ്റ്റേബിൾ ഓസിലേഷനിലേക്ക് തന്നെ എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. അതാണ് എന്ത്, അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഒരു പെർട്രിബേഷൻ കൊടുത്താലും ആ ഡിസ്റ്റർബൻസിന്റെ ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഓസിലേഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് ആ ഡിസ്റ്റർബൻസ് അത് ഒഴിവാക്കിയിട്ട് അതിന്റെ ആ സ്റ്റേബിൾ പാത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും, ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതാണ് അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ലിമിറ്റ് സൈക്കിളിലെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അതില് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. എന്താണ് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ? If the neighboring trajectories are repelled from the limit cycle, then it is an unstable limit cycle. എന്താണ് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമുക്കൊരു ഈ ഫിഗർ നോക്കുക. ഈ പാത്ത് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ലിമിറ്റ് സൈക്കിൾ ആണ്. ഇതാണ് നമ്മളുടെ ക്ലോസ്ഡ് ട്രജക്ടറി. അപ്പൊ ഈ ക്ലോസ്ഡ് ട്രജക്ടറി ആണ് നമ്മളുടെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പാത്തിൽ നിന്നിന്റെ അടുത്ത് എന്തുണ്ട്, കുറച്ച് ട്രജക്ടറീസ് ഉണ്ട്. പുറത്തുനിന്നുള്ളൊരു ട്രജക്ടറി നോക്കുക. ഇതൊരു ട്രജക്ടറി ആണ്.
അകത്തുള്ളൊരു ട്രജക്ടറി ഉണ്ട്, അത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ അടുത്തുള്ള ട്രജക്ടറീസ് എന്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല? നമ്മളുടെ ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല. നിയർ ബൈ ട്രജക്ടറീസ് ആരിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല? ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ലിമിറ്റ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയാ? അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയാം. അതായത് അടുത്തുള്ള ട്രജക്ടറീസ് എല്ലാം അതിൽ നിന്നും വിട്ടുപോവുകയാണ്, റിപ്പൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ലിമിറ്റ് സൈക്കിളിനെ നമ്മൾ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, അടുത്തുള്ള നിയർ ബൈ ട്രാജക്ടറീസ് എല്ലാം അതിൽ നിന്ന് വിട്ടുവരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ലിമിറ്റ് സൈക്കിളിനെ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയണത് ഡാംഡ് ഡ്രിവൺ പെൻഡുലം നിയർ എ റെസൊണൻസ് കണ്ടീഷൻ. ഒരു റെസൊണൻസ് കണ്ടീഷനിലുള്ള പെൻഡുലത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡാമ്പിങ് കൊടുക്കുകയാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്, സോറി, അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിക്സ് ഹ്യൂഗ് നെക്മോ മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ ഓഫ് ന്യൂറോൺസിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ. നമ്മൾ കേട്ടിട്ടില്ലേ, ബ്രെയിനിലെ ന്യൂറോൺസിന്റെ ആക്ഷൻ പൊട്ടൻഷ്യലിനെ കാണിക്കുന്ന ഒരു മോഡലാണ്. അത് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത്ര ഫെമിലിയർ അല്ലാത്തൊരു എക്സാമ്പിൾ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോ അതായിരിക്കാം നമുക്ക് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് ഏതാണ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ട് പ്രോബ്ലം വരിക. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളും അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളും അതിന്റെ എക്സാമ്പിളും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. Half stable limit cycle are one which attract trajectories from inside and repel those on the outside and vice versa. അതായത് ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പേര് പോലെ തന്നെ ഹാഫ് സ്റ്റേബിൾ ആണ്. അതായത് ഇതാണ് നമ്മളെ ലിമിറ്റ് സൈക്കിൾ എന്ന് വിചാരിക്കുക. ഇതിന് അകത്തും പുറത്തും ട്രജക്ടറീസ് ഉണ്ട്. ഓക്കെ, അകത്തും പുറത്തും ട്രജക്ടറീസ് ഉണ്ട്. ഇതില് ചിലപ്പോ അകത്തുള്ള ട്രജക്ടറീസ് എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. അതായത് അകത്തുള്ള ട്രജക്ടറീസ് റിപ്പൽ ചെയ്ത് പോവുകയാണ്. ഇവിടെ നോക്കുക, അകത്തുള്ള ട്രജക്ടറീസ് റിപ്പൽ ചെയ്ത് പോവുകയാണ്. പക്ഷെ പുറത്തുള്ള ട്രജക്ടറി എന്താണ്? അട്രാക്ട് ചെയ്ത് ലിമിറ്റ് സൈക്കിളിന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസ് ഇതാവാം, ഇല്ലെങ്കിൽ മറ്റൊരു കേസ് ആവാം. നമ്മളുടെ ലിമിറ്റ് സൈക്കിളിനെ അകത്തുള്ള ട്രജക്ടറി ആരിലേക്ക് അട്രാക്ട് ചെയ്യണോ? ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യണോ? പക്ഷെ പുറത്തുള്ള ട്രജക്ടറി ആരിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല? ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ട്രജക്ടറീസ് ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. എന്ത് പറയും? ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. അതായത് അകത്തു നിന്നോ പുറത്തു നിന്നോ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ട്രജക്ടറീസ് മാത്രം നമ്മളുടെ ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ലിമിറ്റ് സൈക്കിളിനെ പറയുന്ന പേരാണ് ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന്റെ എക്സാമ്പിൾ ആണ് ചോസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് വാണ്ടർപോൾ ഓസിലേഷൻ. അപ്പൊ വാണ്ടർപോൾ ഓസിലേഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ ഇത്രയും ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി കുറച്ച് പോർഷൻസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതില് attractor. An attractor is a set of points in phase space to which the solution of an equation evolves long after the transients have died out. ഒരു അട്രാക്ടർ എന്ന് പറയുന്നത് ഒരു ഫേസ് സ്പേസിലെ കുറച്ച് പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളുടെ ഇക്വേഷൻ ഇല്ലേ, അതായത് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ
അതിന്റെ ഇഫക്റ്റ് മാറിയാലും ആ പോയിന്റ്സ് ആ ഫേസ് സ്പേസിൽ തന്നെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ഫേസ് സ്പേസിൽ എങ്ങനെയാ പോയിന്റ് നിൽക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളൊരു ക്ലേ എടുക്കുക. ആ ക്ലേ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ക്ലേയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമ്മൾ കൈ എടുത്ത ശേഷം നമ്മളുടെ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത പോയിന്റ് ആ ക്ലേയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടയാളം പോലെ വന്നിട്ടുണ്ടാവും, ഇല്ലേ? ഹലോ, കേക്കുണ്ടോ? ഓക്കെ, അപ്പൊ ഒരു അട്രാക്ടറിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ക്ലേ എടുക്കാം. ക്ലേ ഒരു ഫേസ് സ്പേസ് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഫോഴ്സ് എടുത്തു. ഒരു ഫോഴ്സ്, നമ്മൾ കൈ കൊണ്ടൊരു ഫോഴ്സ് എടുത്ത് ആ ക്ലേയിൽ എന്തെങ്കിലും നമ്മളൊരു ഇംപ്രിന്റ് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് എടുത്ത് ഒരു കൈ വിരലിൽ നമ്മൾ അതിൽ കുത്തിന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ കൈ എടുത്ത ശേഷം, അതായത് അവിടെ ഫോഴ്സ് റിമൂവ് ചെയ്ത ശേഷം എന്തുണ്ടാവും, ആ വിരലിന്റെ അടയാളം ആ ക്ലേന്റെ അകത്ത് ഉണ്ടാവും. അതൊരു മോൾഡ് പോലെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഫേസ് സ്പേസിൽ നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻസ് മാറിക്കഴിഞ്ഞാലും, അതിന്റെ ട്രാൻസിയൻസ് അവിടെ നിന്ന് ഒഴിവായി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ആ പോയിന്റ്സ് എവിടെ ഉണ്ടാവും, ഫേസ് സ്പേസിൽ ഉണ്ടാവും. ഈ പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അട്രാക്ടേഴ്സ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അട്രാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. അട്രാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ആര്, ലിമിറ്റ് സൈക്കിൾ. അട്രാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അട്രാക്ടേഴ്സിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയാനുണ്ട്. അപ്പോൾ അട്രാക്ടേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലിമിറ്റ് സൈക്കിൾ. അത് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റഡി സ്റ്റേറ്റ് ഓർ ഇക്വിലിബ്രിയം പോയിന്റ്. This attractor represents a stable state towards which trajectories converge over time. അപ്പോൾ ഈ ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഈ അട്രാക്ടർ എപ്പോഴും എന്ത് ചെയ്യും, നമ്മളുടെ സ്റ്റേബിൾ പാത്തിലേക്ക്, നമ്മൾ ട്രാജക്ടറീസിനെ എപ്പോഴും നമ്മൾ ഈ സ്റ്റേബിൾ പാത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്റ്റേബിൾ പാത്താണ് ഈ ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എപ്പോഴും അടുത്തുള്ള ട്രാജക്ടറീസിനെ കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഫിക്സഡ് പോയിന്റ് അട്രാക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റ് ഇൻ എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് എന്തിന് എക്സാമ്പിൾ, ഫിക്സഡ് പോയിന്റ് അട്രാക്ടറിനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് കാറ്റഗറി ആണ് ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അട്രാക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രജക്ടറീസും എന്ത് ചെയ്യും, ഈ സ്റ്റേബിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ ഇതില് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രേഞ്ച് അട്രാക്ടർ ആണ്. Strange attractor is a fractal-like attractor associated with the chaotic system. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് അട്രാക്ടർ ആണ്. ഇതിൽ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയോട്ടിക് സിസ്റ്റത്തിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അട്രാക്ടർ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഒരു കയോട്ടിക് സിസ്റ്റത്തിലേക്ക് വരുന്ന അട്രാക്ടർ ഏതാണെന്ന് ചോദിക്കാം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് അട്രാക്ടർ ആണെന്ന് ചോദിക്കാം. ഏത് അട്രാക്ടറാ? കയോട്ടിക് സിസ്റ്റത്തിലേക്കുള്ള അട്രാക്ടർ ഏതാ?
നിമിഷ ഉണ്ടോ? മാം അറിയില്ല, കൂടെ പറയൂ. കയോട്ടിക് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അട്രാക്ടർ ആരാണ്? ഏത് അട്രാക്ടർ ആണ്? അറിയില്ല. ആർക്കെങ്കിലും അറിയോ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ട്രേഞ്ച് അട്രാക്ടർ ആണ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? കയോട്ടിക് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റിലെ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണത് നിങ്ങൾക്ക് ഓരോ മാർക്കും പോവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ സ്ട്രേഞ്ച് അട്രാക്ടർ ആണ് ആർക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? കയോട്ടിക് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് അട്രാക്ടർ ആണ്. ഓക്കെ, ലോറൻസ് അട്രാക്ടർ ആണ് സ്ട്രേഞ്ച് അട്രാക്ടറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പീരിയോഡിക് അട്രാക്ടർ ആണ്. The attractors are characterized by multiple interconnected periodic orbits. പീരിയോഡിക് ഓർബിറ്റ്സ് ഉണ്ടാവും, മൾട്ടിപ്ലി ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അവർ തമ്മിൽ എന്ത് ചെയ്യും? കണക്ഷൻ ഉണ്ടാവും. അത്തരമുള്ള അട്രാക്ടറിനെ നമ്മൾ പറയുന്നതാണ് പീരിയോഡിക് അട്രാക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ റോസ്ലർ അട്രാക്ടർ. നിമിഷ ക്ലിയർ അല്ലേ? മാം എന്റെ സ്ക്രീൻ ഇടയ്ക്ക് പോയിരുന്നു. അപ്പൊ പീരിയോഡിക് അട്രാക്ടർ ഒന്നുകൂടെ പറയൂ. ഓക്കെ, പീരിയോഡിക് അട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്തുണ്ടാവും? പീരിയോഡിക് ഓർബിറ്റ്സ് ഉണ്ടാവും. അതായത് നമ്മളുടെ ഫേസ് സ്പേസിൽ ട്രജക്ടറീസ് ഉണ്ട്, അതിനകത്ത് പീരിയോഡിക് ഓർബിറ്റ്സ് ഉണ്ട്. ആ പീരിയോഡിക് ഓർബിറ്റ്സ് തമ്മിൽ എന്തുണ്ടാവും? കണക്ഷൻസ് ഉണ്ടാവും, ഇന്റർ കണക്ഷൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള അട്രാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പീരിയോഡിക് അട്രാക്ടർ എന്ന് പറയാ. അവിടെ പീരിയോഡിക് അട്രാക്ടർ ആണെങ്കിൽ അവിടെ ഫേസ് സ്പേസിൽ പീരിയോഡിക് ഓർബിറ്റ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആ പീരിയോഡിക് ഓർബിറ്റ്സ് തമ്മിൽ എന്തുണ്ട്? ഇന്റർ കണക്ഷൻസ് ഉണ്ട്. ആ പീരിയോഡിക് അട്രാക്ടറിന്റെ എക്സാമ്പിൾ എന്താണ്? റോസ്ലർ അട്രാക്ടർ. എല്ലാത്തിന്റെയും എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ വരിക ഏതാണ് പീരിയോഡിക്, ഇതിൽ ഏതാണ് പീരിയോഡിക് അട്രാക്ടർ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ടൈപ്പാണ് ലാസ്റ്റ് ടൈപ്പ്, ക്വാസി പീരിയോഡിക് അട്രാക്ടർ. ക്വാസി പീരിയോഡിക് അട്രാക്ടർ. Trajectories in this system does not repeat exactly but follow a deterministic non-repeating pattern over time. ക്വാസി പീരിയോഡിക് അട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറിയുടെ പാത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഒരു ഫിക്സഡ് പാത്ത് ആയിരിക്കും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് റിപ്പീറ്റ് ചെയ്യില്ല. ആ പാറ്റേൺ ഓവർ ടൈം റിപ്പീറ്റ് ചെയ്യില്ല. അതാണ് ക്വാസി പീരിയോഡിക് അട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡഫിംഗ് ഓസിലേറ്റർ ആണ്. എക്സാമ്പിൾ ഡഫിംഗ് ഓസിലേറ്റർ ആണ് ക്വാസി പീരിയോഡിക് അട്രാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അട്രാക്ടറിൽ 4 എക്സാമ്പിൾ, 4 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ, സെക്കൻഡ് ടൈപ്പ് സ്ട്രേഞ്ച് അട്രാക്ടർ, തേർഡ് വൺ പീരിയോഡിക് അട്രാക്ടർ, ഫോർത്ത് ക്വാസി പീരിയോഡിക് അട്രാക്ടർ. അപ്പോൾ ഇത്രയും അട്രാക്ടേഴ്സും അതിന്റെ എക്സാമ്പിൾസും എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ലിമിറ്റ് സൈക്കിൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ലിമിറ്റ് സൈക്കിൾ പറഞ്ഞു. ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പീരിയോഡിക്കലി ഓസിലേറ്റിംഗ് ക്ലോസ്ഡ് ട്രജക്ടറി ആണ്. അപ്പോൾ ആ പോയിന്റ്, ആ ലൈന് അതേ ഹൈലൈറ്റ് ചെയ്ത ഭാഗം അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ലിമിറ്റ് സൈക്കിൾ കണ്ടുപിടിച്ചിട്ടുള്ളത് പോയിന്റ് കെയർ ആണ്. ഇനി ലിമിറ്റ് സൈക്കിളിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ഉണ്ട്, അതായത് അടുത്തുള്ള എല്ലാ ട്രജക്ടറീസും ഒരു സ്റ്റേബിൾ പാത്തിലേക്ക് എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയാം. എക്സാമ്പിൾസ് നോക്കുക: ഹാർട്ട് ബീറ്റ്, അതുപോലെ പേസ് മേക്കറിലെ ഫയറിങ്, റിതംസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, ഹോർമോൺ സെക്രീഷൻ, കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഓസിലേറ്റ് സ്പോണ്ടേനിയസ്ലി. അപ്പോൾ ഈ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തൊരു ഡ്രിവൺ ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു സസ്റ്റൈനബിൾ സെൽഫ് സസ്റ്റൈൻഡ് ഓസിലേഷൻ ആണ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? രണ്ടാമത്തെ ടൈപ്പ്
അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. അടുത്തുള്ള നിയർ ബൈ ട്രജക്ടറീസ് ഒന്നും തന്നെ ആരിലേക്ക് അട്രാക്ട് ചെയ്യില്ല, സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യില്ല. അത്തരത്തിലുള്ള ലിമിറ്റ് സൈക്കിൾ നമ്മൾ പറയുന്നതാണ് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഡാംപ്ഡ് ഡ്രിവൺ പെൻഡുലം നിയർ എ റെസൊണൻസ് കണ്ടീഷൻ, ഫിറ്റ്സ്ഹ്യൂഗ്-നെഗ്മോ മോഡൽ. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളും നോക്കാം. അടുത്തത് ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ് പറഞ്ഞത്. അടുത്തുള്ള ഏതെങ്കിലും ഒരു വശത്തെ ട്രജക്ടറി മാത്രം ലിമിറ്റ് സൈക്കിളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. അതായത് ഒന്നുകിൽ പുറത്തു നിന്നുള്ള ട്രജക്ടറീസ് മാത്രം സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അട്രാക്ട് ചെയ്യും, ഇല്ലെങ്കിൽ അകത്തു നിന്നുള്ള ആൾ മാത്രം സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തുള്ള ട്രജക്ടറി മാത്രം അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഹാഫ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയും. ഷോസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് ഒരു എക്സാമ്പിൾ. പിന്നെ വാണ്ടർപോൾ ഓസിലേറ്റർ ആണ് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലിമിറ്റ് സൈക്കിൾസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ.